ദുബായിൽ വൻ റോഡ് വികസന പദ്ധതി പ്രഖ്യാപിച്ച് റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി 332 ദശലക്ഷം ദിർഹത്തിന്റെ റോഡ് വികസന പദ്ധതി സുഖി മേഖലയിലാണ് നടപ്പാക്കുക. 800 മീറ്റർ നീളത്തിൽ 8 വരിയുള്ള തുരങ്കപാതയും ഇവിടെ നിർമ്മിക്കുമെന്ന് RTA അറിയിച്ചു. ദുബായ് മീഡിയ സിറ്റി, ഇന്റർനെറ്റ് സിറ്റി, ജുമൈറ, അൽബർഷ തുടങ്ങിയ മേഖലകളിലേക്കുള്ള ഗതാഗത കുരുക്ക് പരിഹരിക്കുന്ന വിധത്തിലാണ് സുഖി മേഖലയിലെ റോഡ് വികസന പദ്ധതി നടപ്പാക്കുന്നത്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിനെയും അൽഖൈൽ റോഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വിധത്തിൽ സുഖീം റോഡ് D63 ആണ് വികസിപ്പിക്കുക. 4.6 കിലോമീറ്റർ നീളത്തിലുള്ള നിർമ്മാണത്തിൽ അൽബർഷ സൗത്ത് സ്ട്രീറ്റ് ഇന്റർസെക്ഷൻ വികസനവും ഉൾപ്പെടും. ഇവിടെ 800 മീറ്റർ നീളത്തിൽ തുരങ്കപാത നിർമ്മിക്കും. ഇരുവശത്തേക്കും 4 വരികൾ വീതമുള്ളതാകും തുരങ്കപാത. മണിക്കൂറിൽ ഓരോ ഭാഗത്തേക്കും 16,000 വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന വിധത്തിലാണ് റോഡ് വികസനം പൂർത്തിയാക്കുകയെന്ന് റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ചെയർമാൻ മത്താർ അൽ താഹിർ അറിയിച്ചു. 33 കോടി 20 ലക്ഷം ദിർഹത്തിന്റേതാണ് വികസന പദ്ധതി. 20 ലക്ഷത്തോളം പേർ താമസിക്കുന്ന അൽബർഷ 1, 2, 3, ദുബായ് ഹിൽസ് എന്നിവിടങ്ങളിൽ നിന്നുമുള്ള യാത്രക്കാർക്ക് റോഡ് വികസനം സഹായകമാകും. യാത്രാസമയം 9.7 മിനിറ്റിൽ നിന്നും 3.8 മിനിറ്റായി കുറയും. ഈ മേഖലയിൽ ഷെയ്ഖ് സായിദ് റോഡ് മുതൽ അൽഖൈൽ റോഡ് വരെയുള്ള ആദ്യഘട്ട വികസനം 2013 പൂർത്തിയാക്കിയിരുന്നു. മാതൃഭൂമി ന്യൂസ്, ദുബായ്.